2019 റിലീസ് ചെയ്ത ഐഫോണുകളുടെ കൂട്ടത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മോസ്റ്റ് പോപ്പുലർ ഐഫോൺ ആയിരുന്നു ഐഫോൺ 11 എന്നുള്ളത്. അതിനുശേഷം 2022 സെപ്റ്റംബറിൽ ഐഫോൺ 14 റിലീസ് ചെയ്യുന്ന ആ ഒരു ടൈം വരെ ഐഫോൺ ലൈനപ്പിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു. അങ്ങനെ ധാരാളം ആളുകളുടെ മനസ്സ് കീഴടക്കിയ ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ ആയിരുന്നു ഐഫോൺ 11 എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 2023 ഐഫോണിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആദ്യം തന്നെ ഐഫോൺ 11 ഈ ഒരു ഡിവൈസ് ലുക്ക് വൈസിലും ഡിസൈൻ വൈസിലും ഐഫോൺ 10R വളരെയധികം സാദൃശ്യമുള്ള ഒരു ഡിവൈസാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഐഫോൺ 10Rനേക്കാളും ഫാർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. 2019 സെപ്റ്റംബറിലായിരുന്നു ആപ്പിൾ 11 സീരീസ് വിച്ച് ഇൻക്ലൂഡിങ് ഐഫോൺ 11, 11 Pro, 11 Pro Max ഈ 3 ഡിവൈസുകൾ റിലീസ് ചെയ്തത്. ഇന്നിപ്പം 2023 ഏകദേശം 4 വർഷത്തോളമായിട്ട് ഈ ഒരു ഡിവൈസ് നമ്മളുടെ ഇടയിലുണ്ട്. ബിൽഡ് ക്വാളിറ്റി വൈസ് ആദ്യം പറയേണ്ടത് ഇതിൻ്റെ ഓവറോൾ സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പാനൽസ് വരുന്നത് ഗ്ലാസ് ആണ്, കോർണിങ്ങിൻ്റെ ഗ്ലാസ് ആണ് ആപ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ പ്രീവിയസ് ഡിവൈസുകളെക്കാളും, അതായത് പ്രീവിയസ് ജനറേഷനായിട്ടുള്ള ഐഫോൺ 10, 10S ഒക്കെ കുറച്ചും കൂടെ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടി ആപ്പിളിൻ്റെ സ്വന്തമായിട്ടുള്ള പുതിയൊരു ടെക്നോളജി ഡ്യുവൽ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്ഡ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു മൗത്ത്ഫുൾ ആണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അതോടൊപ്പം ഈ ഒരു സൈഡ് ബെസൽസ്, നമ്മൾ ഈ സൈഡിൽ കാണുന്ന ബെസൽസ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന 7000 സീരീസ് അലുമിനിയമാണ്. പിന്നീട് ഇതിൻ്റെ ഡിസൈൻ നിലവിൽ നമ്മൾ കാണുന്ന പോലത്തെ ആ ഒരു ബോക്സി ഷാർപ്പ് എഡ്ജ് ഡിസൈൻ അല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആപ്പിളിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ ഈ ഒരു കേർവ്ഡ് സ്ട്രക്ചർ വരുന്ന അല്ലെങ്കിൽ കേർവ്ഡ് ബെസൽസ് വരുന്ന ആ ഒരു അവസാന ഡിസൈൻ കൊണ്ടുവന്നതും നമ്മുടെ ഐഫോൺ 11ലാണ്. കയ്യിൽ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. എസ്പെഷ്യലി ഈ ഒരു അലുമിനിയം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതുപോലെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കേസ് ഇട്ട് തന്നെ ഡിവൈസുകൾ യൂസ് ചെയ്യുക. പിന്നീട് ബാക്കിലേക്ക് വരുമ്പോഴാണ് ഡിസൈനിൽ കുറച്ചൊരു മാറ്റം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ഐഫോൺ 10s Maxൻ്റെ ഒക്കെ ഡിസൈനിലുള്ള ഒരൊറ്റ സിംഗിൾ മൊഡ്യൂളായിരുന്നു. എന്നാൽ ഇതിലേക്ക് വന്നപ്പം ഈ ഒരു 2 സെപ്പറേറ്റ് ലെങ്സുകളെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മൊഡ്യൂളാണ് പിന്നീട് നമ്മൾ ഇതുവരെ നമ്മൾ ഐഫോൺ 14 Pro വരെ നമ്മൾ എത്തി നിൽക്കുമ്പം ആ ഒരു ഡിസൈൻ പ്രിൻസിപ്പിളാണ് ആപ്പിൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അതും സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഐഫോൺ 11 സീരീസിൽ നിന്നാണ്. ഇത് IP68 റേറ്റിംഗ് ഉള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. അതോടൊപ്പം തന്നെ അപ് ടു 2 മീറ്റർ വാട്ടർ ഡെപ്തിൽ 2 മീറ്റർ വാട്ടർ ഡെപ്തിൽ 30 മിനിറ്റോളം നമ്മുടെ ഡിവൈസ് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ആൻഡ് ഫൈനലി ഇതിൻ്റെ കളേഴ്സിലേക്ക് വരുമ്പം 6 ഡിഫറെൻറ്റ് കളേഴ്സിലായിരുന്നു ഐഫോൺ 11 റിലീസ് ചെയ്തത്. അതിൽ 2 ഓഫ് ദ ഹൈലൈറ്റഡ് കളറായിരുന്നു മിൻ ഗ്രീൻ ആൻഡ് പർപ്പിൾ എന്ന് പറയുന്ന ആ 2 കളേഴ്സിലുണ്ടായിരുന്നത്. ഇനി ഇതിലെ രണ്ടാമത്തെ കാര്യമാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 6.1 ഇഞ്ചുള്ള ലിക്വിഡ് റെറ്റിന LCD ഡിസ്പ്ലേ ആണ് ആപ്പിൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇത് നോർമലി നമ്മൾ കണ്ടുവരുന്ന പ്രോ മോഡൽസിൻ്റെ ടൈപ്പിലുള്ള OLED പാനൽസ് അല്ല, ഇത് LCD പാനൽസ് ആണ്. ഇൻ പാനൽ സ്വിച്ചിങ്ങുള്ള, അതായത് IPS പാനൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും നാളുകളുള്ള യൂസേജ്, ഇപ്പം ഞാനിപ്പോൾ ഒരു 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ആ ഒരു ടൈമിൽ ഐഫോൺ 10R 11 ഒക്കെ ഇറങ്ങിയ ടൈമിൽ ഏറ്റവും കൂടുതൽ ചർച്ചയിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഡിസ്പ്ലേ OLED പാനൽസിൻ്റെ അത്രയും പൊലിമ പോരാ, അല്ലെങ്കിൽ അത്രയും ഒരു ആക്യുറസി കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. എന്നാൽ യഥാർത്ഥത്തിൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വൺ ഓഫ് ദ ബെസ്റ്റ് LCD ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഐഫോൺ 11 ആപ്പിൾ ഉപയോഗിച്ചിരുന്നത്. അതിലൊരു സംശയമില്ല. കാരണം ഇതിൻ്റെ കളർ ആക്യുറസിയുടെ കാര്യത്തിലേക്ക് വരുമ്പം ഇതിന് ഐഫോൺ 11 മാത്രമായിട്ട് ലഭിച്ചിരിക്കുന്ന ഡെൽറ്റ ഇ വാല്യൂ എന്ന് പറയുന്നത് ഓരോ ഡിസ്പ്ലേയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കളറിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ ആക്യുറസി ലെവലുകൾ തീരുമാനിക്കുന്ന ഒരു മാർജിനാണ്, അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്കിംഗ് സിസ്റ്റമാണ്. സോ ഈ ഒരു ഡെൽറ്റ ഇ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 0.22 ആണ് ഐഫോൺ 11 ലഭിച്ചേക്കുന്നത്. എന്നാൽ അതേ സമയത്തിൽ ആ ഒരു ടൈം ലൈനിൽ ഇറങ്ങിയ സാംസങ്ങിൻ്റെ മറ്റൊരു ഡിവൈസാണ് സാംസങ്ങിൻ്റെ S10 എന്ന് പറയുന്നത്. എന്നാൽ S10 ലഭിച്ചേക്കുന്ന ഈ ഒരു ഡെൽറ്റ ഇ വാല്യൂ എന്ന് പറയുന്നത് 0.38 ആണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ S10 OLED പാനലും ഐഫോൺ 11 LCD പാനലുമാണ്. എന്നിട്ടും ഈ ഒരു കളർ ആക്യുറസിയുടെ കാര്യത്തിലേക്ക് വരുമ്പം ഐഫോൺ 11 തന്നെയാണ് മുൻപന്തിയിൽ. ഇനി ഡിസ്പ്ലേ സ്പെക് വൈസ് പറയുവാണെങ്കിൽ 326 ppi ഉള്ള ഒരു 1792/828 റെസൊല്യൂഷനുള്ള ഒരു LCD പാനലാണ് ആപ്പിൾ ഐഫോൺ 11 കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഐഫോൺ 10Rനേക്കാളും ഐഫോൺ 10Rന് 589 നിറ്റ്സ് ആയിരുന്നു അതിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. എന്നാൽ ഐഫോൺ 11ലേക്ക് വന്നപ്പം ആപ്പിൾ അത് സ്ലൈറ്റ്ലി അപ്ഗ്രേഡ് ചെയ്തു. 625 നിറ്റ്സിലേക്ക് ആപ്പിൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ കാണാനും യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ റിയൽ ലൈഫ് യൂസേജിലേക്ക് വരുമ്പം ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് അത്യാവശ്യം ബ്രൈറ്ററാണ്. ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ ഇരുന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കാണാം. എന്നാൽ വെളിയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 100 സൺലൈറ്റിലേക്ക് വരുമ്പം ഇത് LCD പാനലായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാനും യൂസ് ചെയ്യാനും സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ അത്ര വലിയ സംഭവമൊന്നും ലഭിക്കത്തില്ല. മൂന്നാമത് ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പം അതുവരെ ആപ്പിളിൻ്റെ ലൈനപ്പിൽ ഒരു ഐഫോണിൽ പോലും ഇല്ലാത്തൊരു പുതിയ ഹൈലൈറ്റഡ് ടെക്നോളജി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ മോഡലാണ് ഐഫോൺ 11 സീരീസ് എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല നൈറ്റ് മോഡിനോടൊപ്പം തന്നെ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, നമുക്ക് ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഡ്യുവൽ ലെങ്ത് സെറ്റപ്പ് വന്നു.
എന്നാൽ ഈ ഒരു ഡ്യുവൽ ലെൻസ് സെറ്റപ്പിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് വന്നൊരു ചേഞ്ചാണ്. അതുവരെ നമ്മുടെ iPhone 10R കമ്പയർ ചെയ്യുമ്പോൾ 10R ഒരൊറ്റ ലെൻസേ ഉള്ളായിരുന്നു. പക്ഷേ 11 വന്നപ്പം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ആപ്പിൾ സൂം അല്ലെങ്കിൽ പോർട്രേറ്റ് ലെൻസ് ആപ്പിൾ എടുത്ത് മാറ്റി. അതിന് പകരം അൾട്രാ വൈഡും വൈഡ് ലെൻസും സ്റ്റാൻഡേർഡ് വൈഡ് ലെൻസുമാണ് ആപ്പിൾ കൊടുത്തിരുന്നത്. ഇതിൽ ഈ ഒരു അൾട്രാ വൈഡിന് 120 ഡിഗ്രിയാണ് അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി അൾട്രാ വൈഡ് ഫോട്ടോസ് iPhone 11 ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഓവറോൾ ലെൻസ് സെറ്റപ്പിലേക്ക് വരുമ്പോൾ റെയറിൽ 12 മെഗാ പിക്സലിലെ 2 ഐസൈൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ആപ്പർച്ചറും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ആപ്പിൾ അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ഫ്രണ്ടിലേക്ക് വരുമ്പം 12 മെഗാ പിക്സലിൻ്റെ, അതായത് അതുവരെ ഉണ്ടായിരുന്ന iPhone 10R നമുക്കറിയാം 7 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആയത് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഒരു 12 മെഗാ പിക്സൽ അപ്ഗ്രേഡാണ് ആപ്പിൾ iPhone 11 ഫ്രണ്ട് ഫേസിങ് ക്യാമറയ്ക്ക് കൊടുത്തത്. അതോടൊപ്പം തന്നെ ഈ ഫ്രണ്ട് ഫേസിങ്ങിൽ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഫ്രണ്ട് ഫേസിങ്ങിൽ ആദ്യമായിട്ട് ആപ്പിൾ സ്ലോ ഫീ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ, ഒരു പുതിയ ഫീച്ചറും കൂടെ ആപ്പിൾ ക്യാമറയിൽ കൊണ്ടുവന്നായിരുന്നു. അതായത് സ്ലോ മോഷൻ നമുക്ക് ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു സ്ലോ ഫീ ഫീച്ചറാണ്. സോ അൾട്രാ വൈഡും സ്റ്റാൻഡേർഡ് വൈഡ് സെറ്റപ്പിൽ നമുക്ക് റിയൽ ലൈഫിലേക്ക് വരുമ്പം എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോർട്രേറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം iPhone 11 നമുക്ക് പോർട്രേറ്റ് ഉണ്ട്. പോർട്രേറ്റ് മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ മോഡിന് തൊട്ടപ്പുറത്തായിട്ട് പോർട്രേറ്റ് മോഡുണ്ട്. നോർമലി നമ്മൾ അതുവരെ പരിചയം അല്ലെങ്കിൽ അതുവരെ നമ്മൾ വന്നുകൊണ്ടിരുന്ന പോർട്രേറ്റ് മോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഒരു പോർട്രേറ്റ് മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഡയറക്റ്റ് പോകുന്നത് നമ്മുടെ സൂം ലെൻസിലേക്കായിരിക്കും. എന്നാൽ ഇതിൽ അൾട്രാ വൈഡും മറ്റൊരു വൈഡ് ലെൻസുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പോർട്രേറ്റ് മോഡ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറൻസ് ആണ്. കാരണം ഇതിൽ വന്നിരിക്കുന്നത് വൈഡ് ലെൻസുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തേക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് കയറി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്രേറ്റ് അല്ലെങ്കിൽ സൂം ലെൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അകലെ മാറി നിന്നാലും നമുക്ക് കാര്യങ്ങളൊക്കെ വിസിബിളായിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. എന്നാൽ ഇതിലേക്ക് വരുമ്പം ഫോട്ടോസ്, അതായത് പോർട്രേറ്റ് ഫോട്ടോസിന് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. പക്ഷേ ഇതൊരു വൈഡ് ലെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന ആംഗിളിൽ ഫോട്ടോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ളൊരു മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ് യൂസറിന് ചെയ്യേണ്ടി വരും എന്നത് മാത്രമേ ഉള്ളൂ. പിന്നീട് നമ്മൾ iPhone 11 ക്യാമറ യൂസ് ചെയ്യുമ്പം മനസ്സിലാകുന്ന ഒരു വ്യത്യാസമാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വൈഡ് ലെൻസിൻ്റെ ആപ്പർച്ചർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബെറ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വെട്ടം അതിൽ ലഭിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ അൾട്രാ വൈഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആപ്പർച്ചർ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അൾട്രാ വൈഡ് മോഡിൽ ഒരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെട്ടം സ്വല്പം കുറവാണ് കമ്പയറിംഗ് ടു നമ്മളുടെ സ്റ്റാൻഡേർഡ് വൈഡ് ലെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ ആ ഒരു ഡിഫറൻസും തീർച്ചയായിട്ടും നമുക്ക് വിസിബിളാണ്. ഇതിലെ നാലാമത്തെ കാര്യമാണ് നമ്മുടെ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ആപ്പിൾ യൂസ് ചെയ്തേക്കുന്നത്. ബോട്ടം ഫയറിംഗ് ആയിട്ടുള്ള ഈ ഒരു സ്പീക്കേഴ്സും അതോടൊപ്പം തന്നെ നമ്മുടെ ഇയർ പീസാണ് മറ്റൊരു സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെൽ ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം വെച്ച് ഇപ്പോഴത്തെ 2023 നമ്മൾ യൂസ് ചെയ്യുമ്പം അത്ര മോശമായിട്ട് നമുക്ക് തോന്നത്തില്ല. സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ടും നമ്മുടെ iPhone 11 ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് അഞ്ചാമത്തെ ഇതിൻ്റെ പെർഫോമൻസ് ആൻഡ് നമ്മുടെ ഇൻറ്റേർണൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ A13 Bionic ആണ് ഇതിനെ പവർ ചെയ്യുന്നത്. A13 Bionic എന്ന് പറയുന്നത് A12 മോഡൽസിൽ, അതായത് iPhone 10s-ലും 10s Maxലും ഉണ്ടായിരുന്നതാണ് A12. അതേ പ്ലാറ്റ്ഫോമിൽ, അതായത് 7 നാനോമീറ്റർ പ്ലാറ്റ്ഫോമിൽ വരുന്ന മറ്റൊരു TSMCയുടെ ചിപ്പാണ് A13 Bionic. ഇതിലെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ iPhone 10s സീരീസിൽ iPhone 10s, 10s Max, 10R ആപ്പിൾ A12 3GB റാമുമായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ iPhone 11 വന്നപ്പം കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് 4GB റാം. ഈ ഒരു 4GB റാം ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് മെഷീൻ ലേണിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിങ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കണം. അതോടൊപ്പം തന്നെ നൈറ്റ് മോഡ് ഫോട്ടോഗ്രാഫി അതുപോലുള്ള ഫീച്ചേഴ്സ് പ്രോപ്പറായിട്ടും എഫിഷ്യൻ്റായിട്ടും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റാം അവൈലബിലിറ്റി മസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നോക്കിയറിയാം ഇതിന് ശേഷം 2020 റിലീസ് ചെയ്ത iPhone SE സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് അതിൽ നമുക്ക് A13 ആണ് വന്നേക്കുന്നത്. പക്ഷേ അതിൽ നൈറ്റ് മോഡ് ഫോട്ടോഗ്രാഫി ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ 3GB റാം മാത്രമേ ആപ്പിൾ കൊടുത്തിട്ടുള്ളൂ, 4GB റാം അല്ല. ഇനി പെർഫോമൻസ് വൈസ് നമ്മുടെ റിയൽ ലൈഫിലേക്ക് സിനാറിയോയിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള iOS 16.5.1 ആണ് ഇപ്പം കറൻ്റ്ലി റൺ ചെയ്യുന്നത്. സ്റ്റിൽ മോഡേൺ ഗെയിംസും ആപ്സും എല്ലാം തന്നെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ തന്നെ വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് ഇതിൽ റൺ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ഉള്ള ലൈറ്റ് ആയിട്ടുള്ള ടാസ്കുകളിലൊന്നും തന്നെ യാതൊരു ഹിക്കപ്പോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണാൻ പോകുന്നില്ല. എസ്പെഷ്യലി ഞാൻ ഒരു iPhone 14 Proയിൽ നിന്ന് യൂസ് ചെയ്തിട്ട് iPhone 11 വരുമ്പം ഈ ഒരു ഡിസ്പ്ലേ അത്ര മോശമായിട്ടോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഹിക്കപ്പോ എനിക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഇതൊരു 120 Hz റൺ ചെയ്യുന്ന ഡിവൈസാണ് iPhone 14 Pro എന്ന് പറയുന്നത്. ഇതിൻ്റെ 60 Hz ഉള്ളൂ. പക്ഷേ ഈ ഒരു 60 Hz അത്ര മോശം ഹെഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ആയിട്ടോ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ തോ ഞാൻ ഈ ഒരു iPhone 14 Proയിൽ നിന്ന് വന്നിട്ട് പോലും എനിക്ക് അത്ര മോശമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ഫൈനലി പറയേണ്ട 2 കാര്യങ്ങളാണ് നമ്മുടെ ബാറ്ററി ആൻഡ് നെറ്റ്വർക്ക്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം ആപ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത് 3110 mAh ഒരു ബാറ്ററിയാണ്. സോ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ജനറേഷൻ iPhone 10R കമ്പയർ ചെയ്യുമ്പോൾ 8% ഇൻക്രിമെൻ്റ് ആണ് നമ്മുടെ ബാറ്ററി ലൈഫ് അല്ലെങ്കിൽ ഓവറോൾ ബാറ്ററിയുടെ സൈസിൻ്റെ കാര്യത്തിലേക്ക് വന്നേക്കുന്നത്. സോ ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഈവൻ തോ നിങ്ങളൊരു ഹാർഡ് കോർ യൂസർ ആണെങ്കിൽ, ലൈറ്റ് കോർ യൂസർ ആണെങ്കിൽ നമുക്ക് ടൈം അതിനനുസരിച്ച് വേരി ചെയ്യും. പക്ഷേ എന്നാൽ നിങ്ങളൊരു ഹാർഡ് കോർ യൂസർ ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു
5 to 7 hours തീർച്ചയായിട്ടും ഇതിനകത്തൊരു ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ലൈഫ് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 2023 അല്ലെങ്കിൽ ഈ ഒരു വർഷം എടുത്ത് നോക്കിയാൽ ഫീസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ചില യൂസേഴ്സിനെ സംബന്ധിച്ച് അത് ഫീസിബിൾ അല്ല. എന്നാൽ ചില മജോറിറ്റി ഓഫ് യൂസേഴ്സിന് അത് ഫീസിബിൾ ആണ്. എങ്കിൽ പോലും നമ്മൾ തീർച്ചയായിട്ടും ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും ദിവസത്തിൽ നമ്മൾ ഡിവൈസ് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും അതിലൊരു വ്യത്യാസമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രോസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കോൺസിലേക്ക് വരുമ്പോൾ, കോൺസിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീക്കറാണ്. സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഇതിൻ്റെ ഇയർ സ്പീക്കർ ഞാൻ പറഞ്ഞിരുന്നു, ഇത് സ്റ്റീരിയോ സ്പീക്കറാണ്. ഇതിൻ്റെ ഇയർ സ്പീക്കറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ബാസ് ഈ താഴെ നമ്മുടെ മെയിൻ സ്പീക്കറിൽ വരുന്ന അത്രയും ബാസ് നമുക്ക് ഇയർ സ്പീക്കറിൽ ഫീൽ ചെയ്യുന്നില്ല. അതൊരു വലിയ സംഭവമാണെന്ന് വെച്ചാൽ അത്ര ഡെപ്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ എങ്കിൽ പോലും ആ ഒരു ബാസ് ഡിഫറൻസ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഇയർ സ്പീക്കറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. രണ്ടാമത്തെ കോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറേജാണ്. ഇത് റിലീസ് ചെയ്ത സമയത്ത് നമുക്ക് 64 GB സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 64 GB കൊണ്ട് 2023 സർവൈവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഈവൻ തോ നിങ്ങളൊരു അത്ര ഹെവി യൂസറോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ പോലും 64 GB കൊണ്ട് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് മുന്നോട്ട് പോകുമ്പം ഒരു ലോങ് ടേം പർപ്പസിനാണ് നിങ്ങൾ ഡിവൈസ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സാധ്യമല്ല. ആൻഡ് ഫൈനലി ഉള്ള ഇതിൻ്റെ കോണെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് iPhone 11 യൂസേഴ്സ് മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. അതൊരു സോഫ്റ്റ്വെയർ ബഗ്ഗാണ്. അതൊരു നെറ്റ്വർക്ക് റീസെറ്റ് കൊണ്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ റീസ്റ്റോറിങ് കൊണ്ട് സോഫ്റ്റ്വെയർ ഒന്ന് റീസ്റ്റോർ ചെയ്താൽ മാറുന്നൊരു കാര്യമാണ്. അതായത് കോൾ വിളിക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് ഒന്നെങ്കിൽ ഡ്രോപ്പ് ആകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ സ്പീക്കറിലേക്ക് പോയിട്ട് തിരിച്ച് നമ്മൾ നോർമൽ കോളിലേക്ക് വരും. പക്ഷേ അത് ചില സമയങ്ങൾ കുറച്ച് ഒരു 3-4 മിനിറ്റ് ചെയ്യുമ്പോൾ കോൾ ഡ്രോപ്പ് ആയി പോകുന്നൊരു ഇഷ്യൂ. ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ ഇതിൻ്റെ നെറ്റ്വർക്ക് സ്പീഡ് എന്ന് പറയുന്നത് കമ്പയറിംഗ് ടു ബാക്കിയുള്ള മോഡൽസ് iPhone 11 Pro 11 Pro Maxുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരിക്കും. അത് വലിയ മാർജിനിലുള്ള ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ദ കൺക്ലൂഷൻ. സോ 2023 iPhone 11 വർത്താണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വർത്താണ്. കാരണം ഇതൊരു 6.1 ഇഞ്ച് വരുന്ന ലാർജ് ഡിസ്പ്ലേ ഉള്ളൊരു ഡിവൈസാണ്. ഇതൊരു LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ LCDക്ക് നിങ്ങൾ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു പ്രോബ്ലം ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് iPhone 11. അതോടൊപ്പം തന്നെ നല്ല പെർഫോമൻസ്, ഗെയിമിങ്ങിനായാലും ഡേ ടു ഡേ ലൈഫ് ടാസ്കുകൾക്കായാലും നല്ല പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിലൊക്കെ ഉപരി നിങ്ങൾക്ക് നൈറ്റ് മോഡ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറുള്ള യൂസ്ഡ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു 25 മുതൽ 30,000 രൂപയ്ക്കകത്ത് ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഡിവൈസാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റുന്ന ഒരു നല്ല ഡിവൈസാണ് iPhone 11 എന്ന് പറയുന്നത്. എക്സെപ്റ്റ് നിങ്ങളൊരു സൂം ലെൻസിന് പ്രയോറിറ്റി ഒന്നും കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് LCD പാനലൊരു പ്രശ്നമല്ല, 5G നിങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അടിപൊളി ഡിവൈസാണ്. കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 25 to 30K അകത്ത് നിൽക്കുന്ന ഐഫോണുകൾ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് iPhone 11 എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ബാറ്ററി ഹെൽത്തും ചെക്ക് ചെയ്ത് അത് റീപ്ലേസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും ഇപ്പം 4 വർഷം ആകാറായി. സോ അതുകൊണ്ട് തന്നെ ബാറ്ററി റീപ്ലേസ്ഡ് ആണോ അതോ ബൂസ്റ്റഡ് ബാറ്ററി ആണോ എന്നുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ 11 എടുക്കുന്നുണ്ടെങ്കിൽ വാങ്ങുക. അപ്പോൾ യൂസ്ഡ് ഐഫോൺ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ iPhone 11 പറ്റിയുള്ള 2023 വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. Once again, this is me, Milan. Catch us next video. Till then, peace.